Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ iQOO 9 Pro ആൻഡ് iQOO 9 ഈ രണ്ട് ഫോണുകളുടെയാണ്. ഇന്ത്യസ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്നാണ് ഈ ഫോണിനെ വിശേഷിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് നോക്കാം. പക്ഷെ അതിനു മുമ്പ് iQOO എന്ന ബ്രാൻഡിൻ്റെ ഫോൺ എടുക്കുന്നതിനെ പറ്റി ചിലർക്ക് ചില സംശയങ്ങളുണ്ട്. സർവീസ് വിവോയുടെ സബ് ബ്രാൻഡാണ് iQOO. അതെല്ലാവർക്കും അറിയാമായിരിക്കും, അറിയില്ലെങ്കിൽ അറിയാം. ഹൈ പെർഫോമൻസ് ഉള്ള ഫോണുകൾ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് വിവോയുടെ ഈ ഒരു സബ് ബ്രാൻഡ് വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നതും. ഇതടക്കം അതിൻ്റെ ഉദാഹരണമാണ്. സർവീസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിവോയുടെ 600-ൽ പരം വരുന്ന സർവീസ് സെൻ്ററുകളിൽ iQOO ബ്രാൻഡിൻ്റെ ഫോണുകൾ നിങ്ങൾക്ക് സർവീസ് ചെയ്ത് കിട്ടും. സോ സർവീസ് കിട്ടില്ല അല്ലെങ്കിൽ കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷൻ്റെ പേരിൽ iQOO എന്ന ഫോൺ എടുക്കാൻ നിങ്ങൾ മടിക്കേണ്ട. 600-ലധികം വരുന്ന സർവീസ് സെൻ്ററുകളിൽ വിവോയുടെ സർവീസ് സെൻ്ററുകളിൽ നിങ്ങൾക്ക് iQOO ഫോൺ സർവീസ് ചെയ്ത് കിട്ടും. സോ ഇനി ഒട്ടും വെച്ച് താമസിപ്പിക്കാതെ നേരെ അൺബോക്സിംഗിലേക്ക് കിടക്കുകയാണ്. ഇന്ത്യസ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ iQOO 9 Pro. ഓക്കെ, നമ്മളപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ റൈറ്റ്, നമ്മുടെ കയ്യിലേക്ക് കൊള്ളാം. നല്ല കിഡു ലുക്ക് ആയിട്ടുണ്ടല്ലേ. BMW കൊളാബറേഷനൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഈ ഒരു കളറൊക്കെ കണ്ടോ? അതൊക്കെ എന്തായാലും ഓവറോൾ നല്ല കിടുക്കൻ സംഗതിയായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ ഇന്ത്യസ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. കുറേ അധികം ഹൈലൈറ്റഡ് ആയ ഫീച്ചേഴ്സ്, നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഇതുവരെ കാണാത്ത വളരെ വ്യത്യസ്തമായ ഹൈലൈറ്റഡ് ആയ സംഭവങ്ങളാണ് ഈ ഫോണിലുള്ളത്. എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ ഷോർട്ടായിട്ട് കാണാം. ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി അടുത്ത സെക്ഷനുകളിൽ പറയുകയും ചെയ്യാം. ഈ ഫോണിൻ്റെ ഒരു ഓവർവ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ താഴത്തെ സൈഡിൽ ഡുവൽ നാനോ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സിം സ്ലോട്ട് ആണ് ഫസ്റ്റ്. സെക്കൻഡ് ആയിട്ട് നിങ്ങൾക്ക് മെയിൻ മൈക്രോഫോൺ കാണാം, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടണും അതേപോലെ വോളിയം ബട്ടണും കാണാം. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും IR സെൻസറും കാണാം. അതേപോലെ റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമറ മോഡ്യൂൾ നമുക്ക് കാണാം. ക്യാമറ സെക്ഷനിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഫ്രണ്ടിലെ ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഹോൾ ക്യാമറ സെറ്റപ്പ് അടങ്ങുന്ന ഒരു ഡിസ്പ്ലേ ആണ്. 6.78 ഇഞ്ച് വരുന്ന കർവ്ഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. അതേപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ തിക്നെസ്സും വെയിറ്റും നോക്കി കഴിഞ്ഞാൽ തിക്നെസ് 8.83 mm ആണ് വരുന്നത്. വെയിറ്റ് വരുന്നത് 209 gram ആണ്. സ്കോട്ട് സെൻസേഷൻ ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സോ സ്ട്രോങ് ആയ ഒരു ബിൽറ്റും കാര്യങ്ങളുമാണ് വരുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ എക്സലന്റ് ആണ്. ഞാനിത് യൂസ് ചെയ്തു. ഇതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് പറയാം. അതിനു മുമ്പ് ബോക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് കൂടി ഞാൻ കാണിച്ചിട്ട് നമുക്ക് ഈ ഫോണിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ആദ്യം തന്നെ BMW കൊളാബറേഷൻ്റെ കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ട്. ഒരു കാറിൻ്റെ ഒക്കെ നല്ല കിടിലം പടമുണ്ട് കേട്ടോ ഇതിനകത്ത്. അതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കേസ്, സിം ടൂള്, ഈ രണ്ട് സംഗതികൾ നമുക്ക് കാണാം. ഓക്കെ, കേസ് ശരിക്ക് ഈ ഒരു ഫോണിൻ്റെ അതേ കളറിലും കാര്യങ്ങളിലാണ് വരുന്നത്. അപ്ലൈ ചെയ്താലും അപ്ലൈ ചെയ്യാത്ത ഒരു ഫീൽ തന്നെയാണ് നമുക്ക് വരിക. സോ കേസും ഫോൺ പോലെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നവർ, അത് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഘടകമായി. ഇതിൽ വരുന്ന കേബിൾ ടൈപ്പ് C to C കേബിൾ ആണ് വരുന്നത്. അതേപോലെ 3.5 mm ടു ടൈപ്പ് C അഡാപ്റ്ററും ഇതിനകത്ത് വരുന്നുണ്ട്. 120 വാട്ടിന്റെ ചാർജറാണ് വരുന്നത്. ഇതിന്റെ സേഫ്റ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വേണ്ട കേട്ടോ. TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാർജർ യൂസ് ചെയ്യാം. ഒരു അപകടവും പറ്റില്ല എന്നാണ് ഈ സർട്ടിഫിക്കേഷനുകൾ സൂചിപ്പിക്കുന്നത്. സോ അത്രയുമാണ് ബോക്സിലെ കണ്ടൻസ്. നമുക്കത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഫോണിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം iQOO 9 Pro നമ്മുടെ കയ്യിലുണ്ട്. കിടിലൻ സംഗതിയാണ്. iQOO 9 കൂടി നമുക്ക് ക്വിക്കായിട്ടൊന്ന് അൺബോക്സ് ചെയ്താലോ. അപ്പോൾ രണ്ടിൻ്റെ കാര്യം ഒരുമിച്ച് പറഞ്ഞു പോകാം. iQOO 9 അൺബോക്സിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. ഇത്തിരി ഫാസ്റ്റായിട്ട് ഞാൻ എടുക്കുവാണ്. iQOO 9 നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് iQOO 9. 9ലേക്ക് വരുമ്പോൾ കർവ്ഡ് ഡിസ്പ്ലേ അല്ല, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കേട്ടോ. റിയർ സൈഡിലെ ഡിസൈനിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് കാണാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. എന്തായാലും നമുക്ക് രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സംസാരിക്കാം. iQOO 9 Pro എന്ന ഫോണിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ 6.78 ഇഞ്ച് വരുന്ന 2K E5 10-bit AMOLED ഡിസ്പ്ലേ ആണ്. 3D കർവ്ഡ് ഡിസ്പ്ലേ കാര്യങ്ങളുമാണ് വരുന്നത്. 1500 nits ബ്രൈറ്റ്നസ് ആണ് മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. നല്ല കിടിലൻ ഡിസ്പ്ലേ. സൺലൈറ്റിലായാലും ശരി, ലോ ലൈറ്റിലായാലും ശരി, എവിടെയായാലും എക്സലന്റ് ആയിട്ട് ഉപയോഗിക്കാം. എല്ലാത്തരം സർട്ടിഫിക്കേഷൻ ഉണ്ട്. HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന മാക്സിമം ക്വാളിറ്റി തരുന്ന ഡിസ്പ്ലേ ആണ്. ഹൈ റെസൊല്യൂഷനിൽ, ഹൈ റീഫ്രഷ് റേറ്റിൽ നിങ്ങൾക്ക് ഗംഭീരമായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ഡിസ്പ്ലേ ആണ്. 3D അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളുമാണ് ഇതിൽ വരുന്നത്. അതായത് ഒരു നല്ല ഫാസ്റ്റായ ഒരു റെസ്പോൺസ് ആയിരിക്കും അതിൽ കിട്ടുക. അത് മാത്രമല്ല, ഇവർ ഈ 9 Proയിൽ കൊടുത്തിരിക്കുന്ന പ്രത്യേകത വലിയൊരു ഫിംഗർ പ്രിന്റ് സെൻസർ ഏരിയ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ഹ്യൂജ് ഏരിയ ആണ്. സാധാരണഗതിയിൽ ചെറിയ പോയിന്റ് ആണ് വെക്കുക, നമ്മുടെ വിരൽ വെക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇതൊരു വലിയ ഏരിയ ആണ്. ഇതിൽ എവിടെ കൈവച്ചാലും ഓപ്പൺ ആവുന്ന തരത്തിൽ. സോ ഒരു നല്ല കാര്യമാണത്. നമുക്ക് ഈസി ആയിട്ട് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം പെർഫോമൻസ് ഒക്കെ വളരെ ഫാസ്റ്റ് ആണ്.
ഇതേസമയം iQOO 9 ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6.56 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ്. നോർമൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ ഐഡി ആണ് വരുന്നത്. അതായത് വലിയ ടൈപ്പ് അല്ല, നോർമൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാം ആ ഡിസ്പ്ലേയുടെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ. ഈ രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് iQOO 9 വരുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാലോ, സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഏറ്റവും പുതിയ ഏറ്റവും പവർഫുള്ളായ പ്രോസസ്സറാണ്. ഇതിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ, അതായത് ഗെയിം കളിക്കുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ? ഇല്ല, ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. ഞാൻ കളിച്ചു, ഞാൻ രാവിലെ കളിച്ചു, രാത്രി കളിച്ചു, ഞാൻ നട്ടു ഉച്ചയ്ക്ക് വെയിലുള്ള സമയത്ത് ഞാൻ കളിച്ചു. ഓവർ ഹീറ്റിംഗ് എൻ്റെ ഫോണിൽ വന്നിട്ടില്ല, എനിക്ക് ഈ ഫോണിൽ വന്നിട്ടേ ഇല്ല. നോർമൽ ഒരു ചെറിയ ഹീറ്റ് വരുന്നുണ്ട്, അതിപ്പോൾ എല്ലാ ഫോണിലും വരുമല്ലോ. അതല്ലാതെ ഓവർ ഹീറ്റിംഗ് ഈ ഫോണിൽ വന്നില്ല. ഇതിൽ നല്ല രീതിയിലുള്ള ഒരു ഫുൾ കവേർഡ് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അതുകൊണ്ട് കൂടി ആവണം ഒരു തരത്തിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂവും വരാത്തത്. LPDDR5 അതേപോലെ UFS 3.1 സ്റ്റോറേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. 4GB എക്സ്റ്റൻഡഡ് റാം 2.0, അതായത് നിങ്ങൾക്ക് സ്റ്റോറേജിൽ ഒരു 4GB കൂടി എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് റാമിൻ്റെ സൈസ് വീണ്ടും കൂട്ടാമെന്ന സാരം. iQOO 9 വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 888 പ്ലസ് 888 പ്ലസ് ആണ് വരുന്നത്. 9 പ്രോയിൽ 8 Gen ആണ്, ഇതിൽ 888 പ്ലസ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒട്ടനവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഫോൺ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ്, അതായത് ഡിസ്പ്ലേയുടെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്രെയിം റേറ്റും കാര്യങ്ങളൊക്കെ കുറേ കൂടി ഇത്തിരി MEMC ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആക്കി കുറച്ചും കൂടി ബെറ്റർ ആക്കി തരുന്ന ഒരു സംവിധാനം. അതേപോലെ തന്നെ X ആക്സിസ് ലിനിയർ മോട്ടോറും കാര്യങ്ങളും വരുന്നുണ്ട്. വേപ്പർ ചാമ്പർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫുൾ കൂളിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഓവർ ഹീറ്റിംഗിൻ്റെ ഇഷ്യൂ ഈ ഫോണിൽ വരുന്നില്ല. SDR to HDR ടെക്നോളജിയും കാര്യങ്ങളുണ്ട്. അതായത് ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞ തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു വ്യൂ ആണ് നമുക്ക് ഗെയിമിൽ കിട്ടുന്നെങ്കിലും അതിനെയും HDRലേക്ക് എടുത്ത് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സംവിധാനമൊക്കെ ഇതിനകത്തും വരുന്നുണ്ട്. സോ ഓവറോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എക്സലൻ്റ് ആണ്, നിങ്ങളിവിടെ കാണുന്ന പോലെ. കൂടുതലായിട്ടുള്ള ഇതിൻ്റെ ഗെയിമിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഗെയിമിംഗ് റിവ്യൂ നമ്മൾ ചെയ്യാം. സോ ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. പിന്നെ ഗെയിം കളിക്കുന്നവർക്ക് വേണ്ടി ഗെയിം പാഡ് കൂടി iQOO അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗെയിം പാഡ് കൂടി വാങ്ങിക്കാം. ഒരുപാട് ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ജോയ്സ്റ്റിക്കും കാര്യങ്ങളും ഒരുപാട് ബട്ടൺസൊക്കെ ഉള്ളൊരു സംഗതി തന്നെയാണ്. ബ്ലൂടൂത്ത് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് നൈസായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ വേണമെങ്കിൽ ഇതും കൂടി വാങ്ങിച്ച് അടിപൊളിയായിട്ട് കളിക്കാം. iQOOൻ്റെ ഗെയിം പാഡാണ്. സോ താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. കൂടെ ഇതിൻ്റെ ക്യാമറയാണെങ്കിലും ഗംഭീരമാണ്. ഗിംബൽ ക്യാമറ സിസ്റ്റമാണ്. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ ചുമ്മാ എടുക്കുമ്പോൾ ഒരു 1.5 സ്റ്റെബിലൈസേഷനാണ്. ഒരു തരത്തിലുള്ള എനക്കും ഇല്ലാതെ പക്ക സ്മൂത്തായ വീഡിയോസാണ് ഇതിൽ കിട്ടുന്നത്. നിങ്ങൾക്കിവിടെ കാണാം എത്ര സ്മൂത്തായിട്ടാണ് ആ വീഡിയോ വരുന്നത്. അതേപോലെ ഇമേജുകളാണെങ്കിലും എക്സലൻറ്റ് ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു മെയിൻ ക്യാമറ 50 മെഗാപിക്സലിൻ്റെ ഗിംബൽ ക്യാമറ കിടിലൻ സംഭവം തന്നെയാണ്. 50 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും വരുന്നുണ്ട്. ഫിഷ് ഐ വൈഡ് ആംഗിൾ ക്യാമറയാണ്. 150 ഡിഗ്രിയാണ്. വലിയൊരു ഏരിയ കവർ ചെയ്യുന്ന വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. നോർമൽ ഇമേജ് പ്ലസ് വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ 16 മെഗാപിക്സലിൻ്റെ 2.5x സൂം സപ്പോർട്ട് ചെയ്യുന്ന ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ കൂടിയുണ്ട്. സോ ആ സൂമിങ്ങിൻ്റെ ഇമേജും നിങ്ങൾക്ക് ഇവിടെ കാണാം. മൂന്നും വൈഡ് ആംഗിൾ ആയാലും സൂം ചെയ്തിട്ടുള്ളതായാലും നോർമൽ ആയാലും എല്ലാം തന്നെയും ഡീസൻറ്റ് ക്വാളിറ്റിയിലാണ് വരുന്നത്. സോ ഒരു ഗംഭീര ക്യാമറ സെറ്റപ്പാണ്. പോർട്രേറ്റ് ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. 16 മെഗാപിക്സലിൻ്റെ 2.5x സൂം സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ലെൻസ് പോർട്രേറ്റ് ലെൻസ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം. സോ മെയിൻ ക്യാമറ 3 ക്യാമറ എന്ന് പറയുന്നത് മൂന്നും ഒന്നിനൊന്നും മെച്ചമാണ്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 50 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ, 16 മെഗാപിക്സലിൻ്റെ പോർട്രേറ്റ് പ്ലസ് 2.5x സൂം സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ. ഇങ്ങനെ മൂന്നും പക്ക യൂസ്ഫുൾ ആയ ക്യാമറകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. 9 പ്രോയിലായാലും എല്ലാത്തിലും സെൽഫി ക്യാമറ സെയിം ആണ്. സോ ഓവറോൾ ഗ്രേറ്റ് ക്യാമറ ക്വാളിറ്റിയാണ് നമുക്കിതിൻ്റെ മെയിൻ ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും എല്ലാ ലൈറ്റിംഗ് കണ്ടീഷനിലും, ലോ ലൈറ്റ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോസൊക്കെ ഇമേജസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. എല്ലാം തന്നെയും ഗംഭീരമായിട്ടുണ്ട്. സോ ക്യാമറയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇംപ്രസ്ഡ് ആണ്. iQOO 9 ക്യാമറ സാമ്പിളുകൾ ചെറുതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. 13 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും 13 മെഗാപിക്സലിൻ്റെ പോർട്രേറ്റ് ലെൻസ് 2x ഒപ്റ്റിക്കൽ സൂമാണ്. ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സൽ തന്നെയാണ് വരുന്നത്. സോ ഇങ്ങനെയാണ് iQOO 9 കാര്യങ്ങൾ. ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4700 mAh ബാറ്ററിയാണ്. ഗംഭീര ബാറ്ററി ലൈഫാണ് ഈ ഒരു ഫോൺ തരുന്നത്. യാതൊരു ഇഷ്യൂസും ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിലില്ല. ചാർജിങ് സ്പീഡാണെങ്കിൽ 120 വാട്ടിൻ്റെ ചാർജറാണ്. TUV റെയിൻലാൻ സർട്ടിഫിക്കേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പേടി വേണ്ട. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് 0 നിന്നും 100% ആവാൻ 20 മിനിറ്റാണ് ആകെ വേണ്ടു. 50% ആവാനാണെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് ആവുകയും ചെയ്യും. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വയർലെസ് ചാർജിംഗ് പോലുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇനി iQOO 9 ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4350 mAh. ഫാസ്റ്റ് ചാർജിംഗ് ആണെങ്കിൽ സെയിം 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. ഇതൊരു 5G ഫോണാണ്. ഈ ഫോണിനകത്ത് വരുന്ന 5G ബാൻഡുകൾ എണ്ണം നോക്കിയാൽ 14 5G ബാൻഡുകൾ വരുന്നുണ്ട്. സോ 5G എന്ന് പറയുന്ന സംഗതി ഈ ഫോണിനെ സംബന്ധിച്ച് ഗ്യാരണ്ടിയാണ്, 100% ഗ്യാരണ്ടിയാണ്. സോ അങ്ങനെയാണ് iQOO 9 Pro ആൻഡ് iQOO 9 ഈ രണ്ട് ഫോണുകളുടെ കാര്യങ്ങൾ. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. 3 ഫോണുകൾ
യെസ്, 3 ഫോണുകളുണ്ട്. ഇത് iQOO 9 Pro, ഇത് iQOO 9, ഇത് കൂടാതെ ഒരു SE വേരിയന്റ് കൂടിയുണ്ട്. 3ന്റെയും സ്പെക്ക് സൈഡ് ബൈ സൈഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വായിച്ച് നോക്കുക, കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് വെച്ചാൽ അത് നിങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എനിക്ക് ഇപ്പോഴേക്ക് അറിയില്ല. ബട്ട് ഇതിൻ്റെ പ്രൈസും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പം തന്നെ പോയി ചെക്ക് ചെയ്യുക, പ്രൈസും കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് തീരുമാനിക്കുക. നിങ്ങൾക്കിത് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് ശരിക്കും ഇന്ത്യസ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.